Good afternoon all. Good afternoon, ma'am. നമുക്കിനി HIM മുതലല്ലേ എടുക്കാനുള്ളത്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജർ മുതലല്ലേ എടുക്കാനുള്ളത്? Yes, നെക്സ്റ്റ് എടുക്കുന്നത് ഹോസ്പിറ്റൽ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ മുതലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ആരാണ്, ആളുടെ റെസ്പോൺസിബിലിറ്റീസ് ഡ്യൂട്ടീസ് എന്തെല്ലാമാണെന്നാണ് പറയുന്നത് ആ സെക്ഷനില്. ഓക്കെ, ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ HIM organize, oversee and protect patient health information data which includes symptoms, diagnosis and medical histories, ടെസ്റ്റ് റിസൾട്ട് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്നാണ് രോഗിയെ കുറിച്ചുള്ള അവരുടെ രോഗലക്ഷണങ്ങൾ അല്ലെ, സിംറ്റംസ്, അവരുടെ ഡയഗ്നോസിസ്, രോഗനിർണയങ്ങൾ, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി, പേഷ്യൻസിന്റെ മെഡിക്കൽ ഹിസ്റ്ററീസ്, അവരുടെ ടെസ്റ്റ് റിസൾട്ടുകൾ, അവർക്ക് അതിനു വേണ്ടി നടത്ത പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങൾ തുടങ്ങിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളെ സംഘടിപ്പിക്കുക, അതായത് തയ്യാറാക്കുകയും അതിനുവേണ്ട മേൽനോട്ടം, ഓവർസീ മേൽനോട്ടം വഹിക്കുകയും അത് പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുക അല്ലെ. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തില് അത് സൂക്ഷിക്കുകയും സേവ് ചെയ്യുകയും ചെയ്യുക എന്ന ആളെയാണ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പേഷ്യൻസിനെ കുറിച്ചുള്ള ഹെൽത്ത് ഇൻഫർമേഷൻ ഡാറ്റാസ് അതെന്തൊക്കെയാവാം? സിംറ്റംസ് അല്ലെ, രോഗിയുടെ രോഗലക്ഷണങ്ങള്, ഡയഗ്നോസിസ്, അവരുടെ രോഗനിർണയങ്ങൾ, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററീസ്, ടെസ്റ്റ് റിസൾട്ടുകൾ, പ്രൊസീജിയേഴ്സ് തുടങ്ങിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുകയും സംഘടിപ്പിക്കുകയും അതിനുവേണ്ട മേൽനോട്ടം വഹിക്കുകയും അത് പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്ന ആളെയാണ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? Next, the exact job description relies on the professional job titles. അവരുടെ ജോബിൽ ഡിസ്ക്രിപ്ഷൻസ് ചേഞ്ചുകൾ വരുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ പ്രൊഫഷണൽസിന്റെ ജോബ് ടൈറ്റിലിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വർക്കുകളിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, ഓൺലൈൻ പേയ്മെന്റ് നടത്തുന്ന അവരെവിടെയാണ്? ബില്ലിംഗ് സെക്ഷനിലല്ലേ. അതേപോലെ RIS വർക്ക് ചെയ്യുന്നത്, റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അവരുടെ ജോബ് ടൈറ്റിലിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ? അതിനനുസരിച്ച് അവരുടെ ജോബ് ഡ്യൂട്ടീസിലും വ്യത്യാസങ്ങൾ വരുന്നു. ക്ലിയർ ആയോ? ബില്ലിംഗിൽ ഇരിക്കുന്ന ആളുടെയും ഹോസ്പിറ്റലിലെ ബില്ലിംഗ് സെക്ഷനിൽ ഇരിക്കുന്ന ആളുടെയും RIS ഇരിക്കുന്ന ആളുടെയും ഡ്യൂട്ടീസ് ഒരേപോലെയാണോ വരുന്നത്? ആണോ? ഡിഫറെന്റ് ആയിരിക്കും. അത് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? അവരുടെ ആ ജോബ് ടൈറ്റിൽ, അവരുടെ ജോബിന്റെ ആ ടൈറ്റിൽ അനുസരിച്ച് അവരുടെ ജോലികളും വ്യത്യാസം വരുന്നു. നെക്സ്റ്റ്, the exact job description relies on the അതാണ് പറഞ്ഞേ. However, there are some daily tasks. However, there are some daily tasks that most health information manager, എന്താണ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ചെയ്യുന്ന ജോലികൾ, എങ്കിലും അവര് ചെയ്യുന്ന ഡെയിലി ചെയ്യുന്ന കുറച്ച് ജോലികളുണ്ട്. നോക്കിയേ, ഡ്യൂട്ടി അതെന്തൊക്കെയാണെന്ന് നെക്സ്റ്റ് പറയുന്നുണ്ട്. ഡ്യൂട്ടീസ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ. ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറിന്റെ ഡ്യൂട്ടീസ്, ജോലികൾ എന്തെല്ലാമാണ്? establish health information system and processes to ensure the complete and accurate documentation of medical records. എന്താണ്? മെഡിക്കൽ റെക്കോർഡ്സുകളിലുള്ള ഡോക്യുമെന്റേഷൻ അല്ലെ, കൃത്യമായി ഡോക്യുമെന്റേഷൻ നടത്തണ്ടേ? മെഡിക്കൽ റെക്കോർഡുകളുടെ
കൃത്യമായ ഡോക്യുമെന്റേഷൻ ഉറപ്പാക്കുന്നതിന് ആരോഗ്യ വിവര സമ്പ്രദായം, അതായത് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം സ്ഥാപിക്കുക. നമ്മൾ പേഷ്യൻസിനെ കുറിച്ചുള്ള മെഡിക്കൽ റെക്കോർഡുകൾ പറഞ്ഞു അല്ലെ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ ഇല്ലേ, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകൾ പറഞ്ഞോ, EMR, EHR അല്ലെ. അപ്പൊ EMR, EHR അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള മെഡിക്കൽ ഡോക്യുമെന്റേഷൻ, മെഡിക്കൽ റെക്കോർഡുകളിലെ ഡോക്യുമെന്റേഷൻ നടത്തുക. ക്ലിയർ ആയത്? നെക്സ്റ്റ്, വർക്ക് വിത്ത് വേരിയസ് മെഡിക്കൽ സ്റ്റാഫ് including nurse and doctors to enhance the quality and accuracy of patient information. എന്താണ്? രോഗിയുടെ വിവരങ്ങളുടെ ഗുണനിലവാരങ്ങളുടെ കൃത്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെ, എന്താണ് ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആരുമായിട്ട് പ്രവർത്തിക്കണം? പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ്, വിവരങ്ങൾ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഡോക്ടേഴ്സിൽ നിന്ന്, നഴ്സുമാരിൽ നിന്നല്ലേ, അവരുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് മെഡിക്കൽ സ്റ്റാഫുകളിൽ നിന്ന്. അപ്പൊ എങ്ങനെയാണ് കൃത്യമായ ക്വാളിറ്റി ആൻഡ് ആക്യുറസി പേഷ്യൻസ് ഇൻഫർമേഷൻ, പേഷ്യന്റിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയുള്ള ഇൻഫർമേഷൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, നിലനിർത്തുന്നതിന് വേണ്ടി വേരിയസ് മെഡിക്കൽ സ്റ്റാഫുകളുമായി പ്രവർത്തിക്കുക. നെക്സ്റ്റ്, കോഡ് ടു എൻഷുർ സെക്യൂർ. പലതരത്തിലുള്ള കോഡുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ ഹോസ്പിറ്റലില്. QR കോഡ് അല്ലെ, ബാർ കോഡുകള്, പിന്നെ എന്താണ് ഫോണിന്റെ സീക്രട്ട് കോഡ്സുകള്, ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാനായിട്ടുള്ള കോഡുകള്. അപ്പൊ അങ്ങനെയുള്ള കോഡുകൾ എന്ത് ചെയ്യുക? എൻഷുർ, സെക്യൂർഡ് ആണോ എന്നല്ലേ, സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കുക. ആൻഡ് ബഗ് ഫ്രീ സിസ്റ്റംസ് ഫോർ കൺട്രോളിങ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തില് ബഗ് ഫ്രീ എന്ന് പറഞ്ഞാല് എറേഴ്സ് ഇല്ലാതെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇല്ലാതെ സെക്യൂർഡ് ആക്കുക. ക്ലിയർ ആയത്? ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് കോഡുകള്, QR കോഡുകള്, ഫോൺ സീക്രട്ട് കോഡുകള്, ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോഡുകള്, ബാർ കോഡുകള്, അങ്ങനെയുള്ള കോഡുകളൊക്കെ എന്ത് ചെയ്യുക? സെക്യൂർഡ് ആക്കുക അല്ലെ, സുരക്ഷിതമാക്കുക. കൂടാതെ ഹെൽത്ത് ഇൻഫർമേഷൻ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്താണ്? ബഗ് ഫ്രീ ആക്കുക അല്ലെ, എറേഴ്സ് ഒന്നുമില്ലാതെ കൺട്രോൾ ചെയ്യുക. ക്ലിയർ ആയോ അതെല്ലാവർക്കും? Make regular audits to ensure the health information department techniques and process comply with guidelines. Make regular audits അല്ലെ, ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അവിടുത്തെ ടെക്നിക്സുകളിലൊക്കെ റെഗുലർ ആയിട്ടുള്ള ഓഡിറ്റ്, ചെക്കിങ് നടത്തുക. കൂടാതെ എന്താണ്, അവർക്ക് കൊടുത്തിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കുന്നുണ്ടോ, പാലിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുക. ക്ലിയർ ആയോ? ഗൈഡ് ലൈൻ എന്തായിരിക്കും? സെക്യൂർഡ് ആക്കുക അല്ലെ, പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് സെക്യൂർഡ് ആയിട്ട് സൂക്ഷിക്കുക അല്ലെ, അവർക്ക് വേണ്ട ഇൻഫർമേഷൻ, അവരുടെ ഇൻഫർമേഷൻസ് കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് സിസ്റ്റത്തിൽ സൂക്ഷിക്കുക. അതൊക്കെയല്ലേ ഗൈഡ് ലൈൻ. അത് ആവശ്യമുള്ള സമയത്ത് പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആവശ്യമുള്ള സമയത്ത് റിട്രീവ് ചെയ്യുക അല്ലെ. അങ്ങനെയുള്ള പ്രോസസ് കംപ്ലൈൻ വിത്ത് ഗൈഡ് ലൈൻസ്, അവർക്ക് കൊടുത്തിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങള് അവർ കറക്റ്റ് രീതിയിൽ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കോപ്പറേറ്റ് വിത്ത് കംപ്ലൈൻസ് ഓഫീസേഴ്സ് റെഗുലർലി ട്രാക്ക് ഓഡിറ്റ്സ്. എന്താണ്? കംപ്ലൈൻസ് ഓഫീസറുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് സഹകരണത്തോടു കൂടി റെഗുലർ ആയിട്ടുള്ള ഓഡിറ്റുകൾ നടത്തുക. ആൻഡ് ഡിനൈസ് ഫ്രം തേർഡ് പാർട്ടി ഓഡിറ്റേഴ്സ്, ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി നമ്മുടെ ക്ലെയിമുമൊക്കെയായി ബന്ധപ്പെട്ട് ബില്ലിങ്ങില് എന്തെങ്കിലും ഡിനൈൽസ്, റിജക്ഷൻ ഒക്കെ വരാലോ ഇൻഷുറൻസുകളില്. ആ പേഷ്യൻസിന്റെ പേയ്മെന്റ് അവർക്ക് അടക്കാൻ സാധിക്കില്ല അല്ലെ, ഇൻഷുറൻസ് കമ്പനിക്ക് അടക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഡിനൈൽസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക. ആൻഡ് ഫൈൻഡ് ട്രെൻഡ്സ് ഇൻ ദ ഡാറ്റ, അതിലെ പുതിയ ട്രെൻഡുകൾ എന്താണ്, സ്റ്റൈലുകൾ, അതിൽ വേണ്ട മാറ്റങ്ങളൊക്കെ അവര് വരുത്തുക. ക്ലിയർ ആയത്?
കംപ്ലൈൻസ് ഓഫീസറുമായിട്ട് ഓഡിറ്റ് നടത്തുക, അവരുടെ സഹകരണത്തോടുകൂടി, കംപ്ലൈൻസ് ഓഫീസറുടെ സഹകരണത്തോടുകൂടി ഓഡിറ്റ് നടത്തുക. കൂടാതെ എന്താണ് നമ്മുടെ ഇൻഷുറൻസ് ക്ലെയിം അങ്ങനെയുള്ള ഇതിൽ നിന്ന് എന്തെങ്കിലും ഡിനയൽസ്, ബില്ലുകളിൽ എന്തെങ്കിലും റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചെക്ക് ചെയ്യുക. കൂടാതെ എന്താണ് ഇൻഷുറൻസിൽ അതല്ലെങ്കിൽ ക്ലെയിമിലൊക്കെ വരുന്ന ട്രെൻഡുകൾ, പുതിയ സ്റ്റൈലുകൾ, പുതിയ മാറ്റങ്ങളൊക്കെ അവര് പരിശോധിക്കുക. നെക്സ്റ്റ്, organize and analyze health information for better utilization, process improvement, preparing reports and research purpose. എന്താണ് നമ്മുടെ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം എങ്ങനെ ഉപയോഗിക്കണം? ബെറ്റർ ആയിട്ട് അല്ലെ, നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം അല്ലെ, ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതിന്റെ പ്രോസസ്സുകൾ ഇംപ്രൂവ് ചെയ്യിക്കുക അല്ലെ, അതിൽ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യിക്കുക. പിന്നെ എന്താണ് റിപ്പോർട്ട്സുകൾ തയ്യാറാക്കുക, അതിനുവേണ്ട റിസർച്ചുകൾ സംഘടിപ്പിക്കുക. ഇതൊക്കെ എന്ത് ചെയ്യുക? ഓർഗനൈസ് ചെയ്യുന്നത് ഈ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ആണ്. നെക്സ്റ്റ് നോക്കി, ദീസ് ആർ സം ജോബ് ക്യാരിഡ് ഔട്ട് ബൈ ഹെൽത്ത് ഇൻഫർമേഷൻസ്. ഇതൊക്കെ ഈ ഹെൽത്ത് HIMന്റെ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറുടെ ചില ഡ്യൂട്ടീസ് ആണ്, സം ഡ്യൂട്ടീസ് ആണ്. പക്ഷെ എന്താണ്? റിലയിങ് ഓൺ ദ സബ് ഫീൽഡ് വി എൻഡഡ് അപ്പ് ഇൻ, വി മേ ഹാവ് മോർ സ്പെഷ്യലൈസ്ഡ് ഡ്യൂട്ടി. ഇത്രയും ഡ്യൂട്ടിയിലൊന്നും ഇവരുടെ ജോലി അവസാനിക്കുന്നില്ല അല്ലെ, ഇവരെന്താണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ട്, ഇവർക്ക് അഡീഷണൽ ആയിട്ട് എന്താണ് ഇവരുടെ ജോബ് ടൈറ്റിൽ അനുസരിച്ച് ജോബുകളിൽ വ്യത്യാസങ്ങളും വരുന്നുണ്ട്. ക്ലിയർ ആയോ ഇതെല്ലാവർക്കും? ക്ലിയർ ആയോ? നവ്യ, ശരണ്യ, ആര്യ, ഹന്ന, ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? നവ്യല്ലേ? ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ ഇത്? എക്സാമിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ്, എക്സാം എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്റ്റഡി ലീവ് എന്നാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് വിവരം അറിയിക്കും. നിങ്ങളുടെ 3rd 4th മൊഡ്യൂൾ കഴിഞ്ഞോ? ചാപ്റ്റേഴ്സ് തീർന്നിട്ടില്ലല്ലോ, ഇനിയില്ല എടുക്കാൻ. ഇപ്പൊ എക്സാമിനെ കുറിച്ച് നോക്കണ്ടേ? ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കാട്ടോ. 3 ചാപ്റ്റേഴ്സ് ഉണ്ടോ? 3 ചാപ്റ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഓക്കെ അല്ലേ എല്ലാവർക്കും? എല്ലാവരും നോക്കുക കേട്ടാ, ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങൾ എല്ലാവരും ഒന്ന് നോക്കുക കേട്ടാ. എന്താന്ന് വെച്ചാല് നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് തന്നെ അറിയാം, കുറച്ച് ടഫാണ് അല്ലെ, ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളിനെ അപേക്ഷിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, കുറച്ച് ലെങ്തി ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തന്നെ എടുത്ത ഭാഗങ്ങളൊന്ന് നോക്കുക. ചാപ്റ്റർ 9 മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. എങ്ങനെയായിരിക്കും ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുക, സംതൃപ്തി ലഭിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഗുഡ് കെയർ, ട്രീറ്റ്മെന്റ്. ഓക്കെ, അത് മാത്രമുള്ളൂ? ക്വാളിറ്റി, ഓവറോൾ പെർഫോമൻസ് ഇല്ലേ ഹോസ്പിറ്റലിന്റെ? റിസപ്ഷനിലെ പ്രവർത്തനങ്ങൾ അല്ലെ, ഡോക്ടേഴ്സിന്റെ സർവീസ്, നഴ്സുമാരുടെ സർവീസ്, ബിഹേവിയർ, എക്യുപ്മെന്റിന്റെ സർവീസ്, ഹോസ്പിറ്റലിലെ ക്ലീൻലിനെസ് ഇല്ലേ?
എല്ലാം ഉൾപ്പെടുന്നില്ലേ? മെഡിക്കേഷൻസ് അല്ലേ, ഫാർമസിയിലെ പ്രവർത്തനങ്ങള്, അതെല്ലാം പേഷ്യൻസിന് തൃപ്തരാണെങ്കിൽ മാത്രമല്ലേ ഹോസ്പിറ്റലിൽ നിന്ന് അവർ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഇപ്പൊ അവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ച റിസപ്ഷനിൽ നല്ല ഫെസിലിറ്റി, പെട്ടെന്ന് തന്നെ അവർക്ക് അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ പറ്റി, ഡോക്ടേഴ്സിന്റെ അടുത്ത് നല്ല രീതിയിൽ അവർക്ക് ട്രീറ്റ്മെന്റിനുള്ള അഡ്വൈസ് കിട്ടി. പക്ഷെ അവർക്ക് ടെസ്റ്റിന്റെ സമയത്ത് ബ്ലഡ് ടെസ്റ്റ് കൊടുത്തിട്ട് അവിടെ അവർക്ക് കറക്റ്റ് രീതിയിലുള്ള ഒരു ഫെസിലിറ്റീസ് കിട്ടിയില്ലെങ്കിൽ അവർ തൃപ്തരാകും. കറക്റ്റ് രീതിയിൽ ബ്ലഡ് സാമ്പിൾ ചെയ്തില്ല, കറക്റ്റ് ടൈമിൽ അവർക്ക് റിസൾട്ട് കൊടുത്തില്ല, തൃപ്തരാവും ഇല്ല. അപ്പൊ എന്താണ്, ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും അവരെന്തായിരിക്കണം, ഗുഡ് ആയിരിക്കണം അല്ലെ, ബെറ്റർ ആയിരിക്കണം അല്ലെ, ആണോ? ഓക്കെ, അതിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ മോണിറ്ററൈസ് ചെയ്താൽ, നിരീക്ഷിക്കുകയും അത് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുക. Okay. First introduction. Patient satisfaction is a comparative phenomena which has been around since the 1960s, but active research on the topic was started in late 1970s and the early 1980s. എന്താണ് patient satisfaction, രോഗിയുടെ സംതൃപ്തി എന്നതിനെ കുറിച്ച് 1960-കൾ മുതൽ എന്തുണ്ട്, ഒരു കമ്പാരറ്റീവ് ഫിനോമിന, ഒരു താരതമ്യ പ്രതിഭാസം നിലനിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താണ് കമ്പാരറ്റീവ് ഫിനോമിന എന്ന് വെച്ചാൽ, അപ്പൊ നമ്മൾ പറഞ്ഞു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ? പലതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അല്ലെ നിൽക്കുന്നത്. ഡോക്ടേഴ്സിന്റെ സർവീസ്, ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസ്, ഓവറോൾ പെർഫോമൻസ് അല്ലെ, പല കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്താണ്. അപ്പൊ അങ്ങനെയുള്ള അപ്പൊ ഇവ തമ്മിൽ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യേണ്ടേ നമ്മ. ഡോക്ടറിന്റെ സർവീസ്, നഴ്സുമാരുടെ സർവീസ്, എക്യുപ്മെന്റിന്റെ സർവീസ്, ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസ്, അവിടുത്തെ സറൗണ്ടിങ്സ് അല്ലെ, എല്ലാം നമ്മൾ കമ്പയർ ചെയ്യണ്ടേ. ഗുഡ് ആണോ, ബാഡ് ആണോ, നല്ലതാണോ, ചീത്തയാണോ എന്നുള്ളത്. വേണോ? വേറൊന്നും പറയാത്തെ? ചെയ്യണോ? അപ്പൊ അങ്ങനെയുള്ള എന്താണ് നമുക്ക് കിട്ടുന്ന ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് കമ്പാരിറ്റീവ് അല്ലെ, നമ്മൾ താരതമ്യം ചെയ്ത് തീരുമാനിക്കുന്ന ഒരു ഫിനോമിന, പ്രതിഭാസമാണ് patient satisfaction, which has been around since the 1960s, 1960-കൾ മുതൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, ആക്റ്റീവ് റിസർച്ച്, ഇതിനെക്കുറിച്ചുള്ള സജീവമായിട്ടുള്ള ഗവേഷണം ആരംഭിച്ചത് എപ്പോഴാണ്? 1970-കളുടെ അവസാനത്തിലും 1980-ന്റെ ആദ്യത്തിലുമാണ് ഇതിനെക്കുറിച്ചുള്ള ആക്റ്റീവായിട്ടുള്ള സജീവമായിട്ടുള്ള റിസർച്ചുകൾ ആരംഭിച്ചത്. Next, this led to the substitution of the idea of quantity of life by a more പഠിക്കണ്ട കേട്ടോ, by a more patient-centered concept of quality of life. ഈ ഗവേഷണം, ഈ റിസർച്ച് എന്തിലേക്കാണ് ചെന്ന് അവസാനിച്ചത്? ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് അല്ലെ, എന്താണ്, ജീവിതത്തിന്റെ അളവിൽ നിന്ന് ജീവിത നിലവാരത്തിലേക്ക് മാറ്റിമറിച്ചു. ആദ്യം അവർ വിചാരിച്ചിരുന്നത് ജീവിതത്തിന്റെ അളവ്, ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് ആയിരിക്കും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നാണ്. അതിൽ നിന്ന് മാറി ജീവിത നിലവാരത്തിലേക്ക് മാറ്റിമറിച്ചു. ക്ലിയർ ആയോ? ഈ ഗവേഷണങ്ങൾ എന്തിലേക്കാണ് നയിച്ചത്? ക്വാണ്ടിറ്റി ഓഫ് ലൈഫിന് പകരം എന്തിലേക്ക് മാറ്റി? ക്വാളിറ്റി ഓഫ് ലൈഫിലേക്ക് മാറ്റിമറിച്ചു. Patient satisfaction incorporates the patient perceived requirements, his expectation from the health system and experience from health care. എന്താണ് ഈ patient satisfaction
ഉൾപ്പെടുന്നത്, ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്, ഉൾപ്പെടുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? പേഷ്യൻസ് പെർസീവ് റിക്വയർമെന്റ് അല്ലെ, പേഷ്യൻസ് രോഗികള് എന്താണ് അവരുടെ ആവശ്യകതകള് എന്തായിരിക്കും? അവരുടെ ആവശ്യകതകള് ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റ് അല്ലെ, ട്രീറ്റ്മെന്റ് ആണോ? നല്ല ഫെസിലിറ്റീസ്, മെഡിസിനുകള്, എക്യുപ്മെന്റുകളുടെ സേവനങ്ങൾ അല്ലെ. അപ്പൊ എന്താണ് പെർസീവ് റിക്വയർമെന്റ്സ്? അവർ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഗ്രഹിച്ച അവർക്ക് കിട്ടിയ ആവശ്യകതകള്. ഹിസ് എക്സ്പെക്ടേഷൻ ഫ്രം ഹെൽത്ത് സിസ്റ്റം, അവർക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റലില്, പ്രതീക്ഷകൾ അല്ലെ. നമ്മ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് ഉണ്ടാവുമല്ലോ പ്രതീക്ഷകള്. നല്ല ട്രീറ്റ്മെന്റ് കിട്ടും അല്ലെ, നല്ല ഡോക്ടറുടെ സർവീസ് കിട്ടും, ആണോ? ഗുഡ് സർവീസ് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള അവരുടെ എക്സ്പെക്ടേഷൻസ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ഹെൽത്ത് കെയർ, അവിടുത്തെ ആ ഹെൽത്ത് കെയറിൽ നിന്ന് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്നുള്ള അവരുടെ എക്സ്പീരിയൻസ്, അനുഭവങ്ങളൊക്കെയാണ് patient satisfaction ഉൾക്കൊള്ളുന്നത്. This multi-dimensional concept consists of both the medical and non-medical aspects of health care. ഇതൊരു മൾട്ടി ഡൈമെൻഷണൽ ആണ് അല്ലെ, ബഹുമുഖ ആശയമല്ലേ. നമുക്ക് അവിടെ നിന്ന് മെഡിക്കൽ സേവനങ്ങൾ മാത്രം ലഭിക്കുന്നുള്ളോ? നോൺ മെഡിക്കൽ ആസ്പെക്ട്സുകൾ കിട്ടുന്നില്ലേ? ബില്ലിങ് അല്ലെ, ബില്ലിങ് മെഡിക്കൽ ആണോ? ഡയറ്ററി ബില്ലിങ് അല്ലെ. അങ്ങനെയുള്ള നോൺ മെഡിക്കൽ ആസ്പെക്ടുകൾക്കുള്ള ഒരു ബഹുമുഖ ആശയമാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ക്ലിയർ ആയോ? എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. Next, patient satisfaction is a measure of the extent to which a patient is satisfied with the health care which they got from their health care provider. എന്താണ് രോഗിയുടെ സംതൃപ്തി എന്നത്? ആ രോഗിക്ക് ആ ഹെൽത്ത് കെയറിൽ നിന്നത്തെ ഡോക്ടേഴ്സിൽ, ഹെൽത്ത് കെയർ പ്രൊവൈഡർ അതായത് ഡോക്ടറിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഇതില് എന്താണ് ട്രീറ്റ്മെന്റുകളില്, ചികിത്സയില് അവർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ, ആ പേഷ്യൻസ് എത്രത്തോളം സംതൃപ്തരാണ്, തൃപ്തരാണ് എന്നതിന്റെ ഒരു അളവാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ ഡോക്ടർ കറക്റ്റ് രീതിയിൽ നമ്മുടെ ചെക്കപ്പ് ചെയ്യുന്നില്ല, അപ്പൊ നമുക്ക് പറയാമോ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്ന്? അല്ലെങ്കിൽ നഴ്സുമാരുടെ സേവനം കറക്റ്റ് രീതിയിൽ കിട്ടിയിട്ടില്ല, കറക്റ്റ് എക്യുപ്മെന്റുകളുടെ സേവനം ലഭിച്ചിട്ടില്ല, അപ്പൊ നമുക്ക് പറയാമോ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്ന്? ഇല്ല അല്ലെ. അപ്പൊ ഇതിൽ പറഞ്ഞേക്കുന്നത് എന്താ? ആ ഹെൽത്ത് കെയറിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിലാവാം അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ക്ലിനിക് ആവാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഹെൽത്ത് കെയറിൽ നിന്ന് അവിടുത്തെ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഈ പേഷ്യൻസിന് നൽകുന്ന പരിചരണങ്ങൾ, കെയേഴ്സിൽ അല്ലെ, ആ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണോ എന്നതിന്റെ അളവാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ക്ലിയർ ആയോ? Next, patient satisfaction is concerned with how patients assess the quality of their healthcare experience. Patient satisfaction is concerned. Patient satisfaction എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അല്ലെ, ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ നിന്നുള്ള ആ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസിന്റെ ക്വാളിറ്റിനെ ആശ്രയിച്ചിരിക്കുന്നു അല്ലെ. നിലവാരമുള്ളതാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അവരുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലേ. ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ പറയല്ലേ നമ്മ സാറ്റിസ്ഫൈഡ് ആണ്, ബെറ്റർ ട്രീറ്റ്മെന്റ് ആണ് അല്ലെ, ഗുഡ് ഫെസിലിറ്റീസ് ആണ് അവിടെ നിന്ന് ലഭിക്കുന്നത് അല്ലെ, അങ്ങനെയല്ലേ പറയുന്നമ്മ. അപ്പൊ എന്താണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആശ്രയിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഹെൽത്ത് കെയർ എക്സ്പീരിയൻസ്, ആ പേഷ്യൻസിന് അവിടെ നിന്ന് ലഭിക്കുന്ന എക്സ്പീരിയൻസ് ക്വാളിറ്റി ഉള്ളതാണോ, നിലവാരമുള്ളതാണോ എന്നതിനെ ആശ്രയിക്കുന്നു.
it is increasingly being evaluated in service of healthcare settings. Then എങ്ങനെയാണ് evaluate ചെയ്യുന്നത്? നമ്മൾ വിലയിരുത്തുന്നത് ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ, ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ മറ്റുള്ള ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ സർവേകൾ നടത്തിയിട്ടാണ് നമ്മൾ ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആസ് എ മേക്കർ ഓഫ് ക്വാളിറ്റി ഓഫ് കെയർ, ഇതാരാണ്? ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാ? ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി, അത് ലാബ്, അത് ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസ്. കൂടാതെ നമുക്ക് കിട്ടിയ ഫെസിലിറ്റീസ് ക്വാളിറ്റി ഉള്ളതാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാ? നമ്മൾ തന്നെയല്ലേ, പേഷ്യൻസ് തന്നെയല്ലേ. അപ്പൊ ആസ് എ മേക്കർ ഓഫ് ക്വാളിറ്റി കെയർ, ആസ് എ എന്താണ് ക്വാളിറ്റി തീരുമാനിക്കുന്നത് പേഷ്യൻസ് ആണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പേഷ്യൻസിൽ നിന്നുള്ള സർവേകൾ നടത്തുന്നു. Together with other dimensions of quality like access, നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്വാളിറ്റി ലൈക്ക് അസസ്, നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പരിചരണം അല്ലെ, ഡോക്ടേഴ്സിന്റെ കെയർസ്, നഴ്സുമാരുടെ കെയർസ്, പിന്നെന്താണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന സർവീസുകള്, ഫെസിലിറ്റീസ്, എക്യുപ്മെന്റുകള്, ഇതെല്ലാം ക്വാളിറ്റി ഉള്ളതാണോ? റെലവൻസ് ടു റിക്വയർമെന്റ്സ് അല്ലെ, നമ്മുടെ ആവശ്യകതകൾ, നമ്മുടെ റിക്വയർമെന്റ്സിന് എത്രത്തോളം ഒരു പ്രസക്തി നൽകുന്നുണ്ട് ഇല്ലേ? അത് നോക്കില്ലേ, റെലവൻസ് ടു റിക്വയർമെന്റ്സ്, നമ്മുടെ ആവശ്യകതകൾക്ക്, പേഷ്യൻസിന്റെ ആവശ്യങ്ങൾക്ക് അവർ എത്രത്തോളം പ്രസക്തി നൽകുന്നുണ്ട് അല്ലെ ഹോസ്പിറ്റലുകാര്? ആണോ? അതിനെ ആശ്രയിക്കുന്നു. കൂടാതെ അവിടുത്തെ എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി, കാര്യക്ഷമതയും ഫലപ്രദമാണോ എന്നതിനെയും അടിസ്ഥാനമാക്കിയാണ് ഈ സർവേകൾ നടത്തുന്നത്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഈ സർവേകൾ എങ്ങനെയുള്ള എന്താണ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വിലയിരുത്തുന്നതിനായിട്ട് സർവേകൾ നടത്തുന്നുണ്ട്. ഇതിൽ എന്തെല്ലാം കാര്യം ഇത് പേഷ്യൻസിൽ നിന്നാണ് നടത്തുന്നത്. ഇത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നൽകുന്നത്? നമുക്ക് അവിടെ നിന്ന് ആക്സസ് ചെയ്യുന്ന, നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന സർവീസുകൾ, ഫെസിലിറ്റീസുകൾ, എക്യുപ്മെന്റുകൾ, ട്രീറ്റ്മെന്റ്, അതിനൊക്കെ അടിസ്ഥാനമാക്കി. കൂടാതെ നമുക്കിടെ പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സിന്, ആവശ്യകതകൾക്ക് അവർ ഹോസ്പിറ്റലുകാരെ എത്രത്തോളം പ്രസക്തി നൽകുന്നുണ്ട്, എത്രത്തോളം ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് നൽകുന്ന ഫങ്ഷൻ, പ്രവർത്തനങ്ങൾ എത്രത്തോളം എഫക്റ്റീവ് ഉണ്ട്, എത്രത്തോളം എഫിഷ്യൻസി ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സർവേകൾ നടത്തുന്നത്. ക്ലിയർ ആയോ ആ പാരഗ്രാഫ്? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് patient satisfaction is a vital metric to scale overall healthcare qualities. എന്താണ്? രോഗിയുടെ സംതൃപ്തി മൊത്തത്തിലുള്ള ആരോഗ്യ പരിരക്ഷയുടെ അല്ലെ ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി അളക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ് അല്ലെ, ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, വൈറ്റൽ മെട്രിക്സ് ആണ് അല്ലെ. ഹെൽത്ത് കെയർ, ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി, ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള ഗുണനിലവാരം അളക്കുന്നതിനുള്ള ഒരു അത്യന്താപേക്ഷിത, ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലേ. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്ന് അവര് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമല്ലേ നമുക്ക് പറയാൻ പറ്റൂ ആ പേഷ്യൻസിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അവിടുത്തെ ഫങ്ഷൻസ് ബെറ്റർ ആണ്, ഗുഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ്? പേഷ്യൻസിനെ ആ ഹെൽത്ത് കെയറിലെ, അതായത് ആ ഹോസ്പിറ്റലിലെ ക്വാളിറ്റി, ഓവറോൾ ക്വാളിറ്റി, മൊത്തത്തിലുള്ള ഗുണനിലവാരം അളക്കുന്നതിനുള്ള ഒരു അത്യന്താപേക്ഷിതം, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ക്ലിയർ ആയോ? അത് ഇതെന്തിന്റെ സഹായത്തോടു കൂടിയാണ് നടത്തുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. ഇത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകളിലൂടെയാണ് നമ്മൾ നടത്തുന്നത്. കണ്ടിന്യൂസ് മെഷറിംഗ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് എൻഹാൻസിംഗ് പേഷ്യന്റ് എക്സ്പീരിയൻസ് ക്യാൻ ബി അച്ചീവ്ഡ്. നമ്മൾ ഇങ്ങനെയുള്ള
പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നടത്തുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു? കണ്ടിന്യൂസ് ആയിട്ട് അല്ലെ, തുടർച്ചയായിട്ട് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ, പേഷ്യൻസിന്റെ സംതൃപ്തിയെ മെഷർ ചെയ്യാനായിട്ട്, അളക്കാനായിട്ട് സാധിക്കുന്നു അല്ലെ. തുടർച്ചയായി ആ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനെ അളക്കാൻ സാധിക്കുന്നു അല്ലെ. കൂടാതെ എന്താണ്? പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ്, ഹോസ്പിറ്റലിൽ നിന്നുള്ള പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ, അത് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനും അല്ലെ, വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു അല്ലെ. ക്ലിയർ ആയത്? ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകളിലൂടെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട്, തുടർച്ചയായിട്ട് പേഷ്യൻസിന്റെ സംതൃപ്തിയെ കുറിച്ച് വിലയിരുത്താനും, മെഷർ ചെയ്യാൻ, അളക്കാനും, അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് കൈവരിക്കാൻ അല്ലെ, ഇംപ്രൂവ് ചെയ്യിക്കാനും സാധിക്കുന്നു. ഇറ്റ് ഈസ് എ വാല്യുബിൾ ടൂൾ ടു ക്യാച്ച് പേഷ്യന്റ് ഫീഡ്ബാക്ക് വിത്തൗട്ട് മച്ച് എഫേർട്ട്. നമുക്ക് കൂടുതൽ എഫേർട്ടുകൾ, കൂടുതൽ പ്രയത്നങ്ങൾ എടുക്കാതെ തന്നെ പേഷ്യൻസിന്റെ എന്താണ് ഫീഡ്ബാക്ക് അറിയാനായി സാധിക്കുന്നു. ഇത് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകളിലൂടെ നമുക്ക് സാധിക്കുന്നു. Patient satisfaction was evaluated by a questionnaire developed with the patients, which gathered information about the time spent at appointments, travel cost, and perception of quality of services. Some questionnaire തയ്യാറാക്കിയിട്ടാണ് അവർ ഈ സർവേകൾ നടത്തുന്നത്. എന്തിനൊക്കെ അടിസ്ഥാനമാക്കിയാണ് ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുന്നത്? സ്പെൻഡ് അറ്റ് അപ്പോയിന്റ്മെന്റ്സ്, അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടി ഇവർ എത്ര സമയം എടുക്കേണ്ടി വന്നു, ഇവർക്ക് ട്രാവൽ കോസ്റ്റ് ഒരുപാടായിട്ടുണ്ടോ, പെർസെപ്ഷൻ ഓഫ് ക്വാളിറ്റി ഓഫ് സർവീസ്, അവർക്ക് അവിടെ നിന്ന് ലഭിച്ച അവര് പെർസെപ്റ്റ് ചെയ്ത സർവീസുകൾ ക്വാളിറ്റി ഉള്ളതാണോ, ഗുണനിലവാരമുള്ളതാണോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സർവേകളിലെ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുന്നത്. ഒരു മിനിറ്റ് മിസ് കാണിച്ചു തരാം. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. രണ്ടോ ക്വസ്റ്റ്യനെയർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ സാറ്റിസ്ഫൈഡ് ആർ യു വിത്ത് ദ ഫോളോയിങ്? എന്തൊക്കെയാണ്? ഫസ്റ്റ് പറയുന്നത് അപ്പോയിന്റ്മെന്റ്സുകൾ ഫോർ ഈസ് ഓഫ് മേക്കിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ ചെക്കപ്പ്. ചെക്കപ്പിന് വേണ്ടി അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ നിങ്ങൾ ഈസി ആയിരുന്നു. നിങ്ങൾ വെരി സാറ്റിസ്ഫൈഡ് ആണോ, സാറ്റിസ്ഫൈഡ് ആണോ, വെരി സാറ്റിസ്ഫൈഡ്, സോറി ഫസ്റ്റ് വെരി ഡിസാറ്റിസ്ഫൈഡ് ആണോ, സാറ്റിസ്ഫൈഡ് ആണോ, വെരി സാറ്റിസ്ഫൈഡ് ആണോ, എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണോ അല്ലെ. അപ്പൊ അവര് കൊടുക്കുന്ന സ്കോറുകൾ ഉണ്ട്, കണ്ടോ. നെക്സ്റ്റ് പറയുന്നത് കംഫോർട്ട് ഓഫ് ദി റിസപ്ഷൻ ഏരിയ. റിസപ്ഷൻ ഏരിയയിൽ നിങ്ങൾ കംഫോർട്ട് ആയിരുന്നു. ഈസി കോണ്ടാക്ടിങ് യുവർ ഡോക്ടർ. ഡോക്ടറായിട്ട് ഈസി ആയിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചോ, കണ്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനെയറുകൾ തയ്യാറാക്കിയിട്ടാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ കണ്ടക്ട് ചെയ്യുന്ന, ഫീഡ്ബാക്ക് എടുക്കുക. ക്ലിയർ ആയത്? Okay. Next, patient satisfaction surveys are a vital way to scale how your patients feel about their experience with your practice. ആ ഹോസ്പിറ്റലിലെ പ്രാക്ടീസ്, ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് അവര് എത്രത്തോളം പേഷ്യൻസിനെ എത്രത്തോളം ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലെ, അവർ എത്രത്തോളം കംഫോർട്ട് ആയിരുന്നു എന്നത് അറിയുന്നതിനുള്ള ഒരു സ്കെയിൽ, വേ ഓഫ് സ്കെയിൽ അല്ലെ, അത് മെഷർ ചെയ്യുന്നതിനുള്ള ഒരു വഴിയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ അല്ലെ. നമ്മ അവര് ആ ഫീഡ്ബാക്ക് നോക്കി ആ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി, ക്വസ്റ്റ്യനെയർ ചോദിച്ചിട്ട് നമുക്ക് അതിന് മനസ്സിലാകില്ല ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ അല്ലെ, പ്രാക്ടീസിൽ അവർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിരുന്നു അല്ലെ, അതിനുള്ള ഒരു വേ ഓഫ് സ്കെയിൽ ആണ്. ക്ലിയർ ആയില്ലേ? ആ ഹോസ്പിറ്റലിലെ വിത്ത് യുവർ പ്രാക്ടീസ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിലെ പ്രാക്ടീസ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റലിലെ പ്രാക്ടീസില് ആ പേഷ്യൻസിന് എത്രത്തോളം ഫീൽ അല്ലെ കംഫർട്ട് ആയിട്ടുണ്ട് എന്നതിനെ അളക്കുന്നതിനുള്ള ഒരു അളവ്, ഒരു വഴിയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ more probable to recommend your practice to others, and they are also less probable to file complaints. നമ്മുടെ ആ ഹോസ്പിറ്റലിൽ വന്ന് സാറ്റിസ്ഫൈഡ് ആയി അവർക്ക്
അവരവിടുന്ന് കിട്ടിയ കെയർസില് ട്രീറ്റ്മെന്റുകള് ഡോക്ടേഴ്സിന്റെ സർവീസുകൾ എല്ലാവരും ഓക്കെയാണ്. ബെറ്റർ ആണെങ്കിൽ അവർ എന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് അത് റെഫർ ചെയ്യും അല്ലേ? നമ്മുടെ അടുത്ത് പറയാറില്ലേ, നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് പറയാറുണ്ട് അല്ലെ, ഇന്ന ഹോസ്പിറ്റലിൽ പോയാൽ മതി, അവിടെ നിന്ന് നല്ല ട്രീറ്റ്മെന്റ് ആണ് ലഭിക്കുന്നത് അല്ലെ, നല്ല ഡോക്ടറാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ പറയാറില്ലേ? അപ്പൊ സാറ്റിസ്ഫൈഡ് ആയ പേഷ്യൻസ് എന്ത് ചെയ്യുന്നു? ആ ഹോസ്പിറ്റലിനെ മറ്റുള്ളവർക്ക് റെഫർ ചെയ്യുന്നു, പറഞ്ഞു കൊടുക്കുന്നു. കൂടാതെ എന്താണ്? കംപ്ലൈൻസുകൾ, ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് കംപ്ലൈൻസുകൾ, പരാതികൾ രജിസ്റ്റർ ചെയ്യാൻ, ഫയൽ ചെയ്യാനും കുറവായിരിക്കും. ക്ലിയർ ആയോ? എന്താ? Patient satisfaction is considered as one of the most important parameters of the quality. എന്താണ് patient satisfaction എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? കണക്കാക്കപ്പെടുന്നു. ഏറ്റവും പ്രധാന ക്വാളിറ്റി അളക്കുന്നതിനുള്ള അല്ലെ, ആ ഹോസ്പിറ്റലിന്റെ ഗുണനിലവാരം അളക്കുന്നതിനുള്ള ഒരു പാരാമീറ്റർ, ഒരു അളവായിട്ട്, അളവുകോലായിട്ട് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ കണക്കാക്കപ്പെടുന്നു. The measurement of patient satisfaction is an important tool for research, administration and planning. ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർമെന്റ് ഉപയോഗിച്ച് കാണിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു? റിസർച്ചുകൾ അല്ലെ, ഗവേഷണങ്ങൾ, അഡ്മിനിസ്ട്രേഷനിൽ അതിനുവേണ്ട കാര്യങ്ങൾ. ഇപ്പൊ നമുക്കറിയാം ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഫീഡ്ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അല്ലെ, റിസപ്ഷനിലെ പ്രവർത്തനങ്ങൾ ഡിലേ ആണോ അല്ലെ, അവിടെ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരേണ്ടതുണ്ടോ അല്ലെ, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുള്ള ടൈം എങ്ങനെയാണ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റില്ലേ? ബില്ലിംഗ് പ്രൊസീജിയേഴ്സിന് ടൈം എടുക്കുന്നുണ്ടോ അല്ലെ? അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്മിനിസ്ട്രേഷനില് അതിനുവേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരാനും ഹോസ്പിറ്റൽ പ്ലാനിങ്ങളിൽ ചേഞ്ചസ് കൊണ്ടുവരാനും എല്ലാം സാധിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഇതിനെ കുറിച്ച് ഒരു 5 പോയിന്റ് ആണ് കേട്ടോ പറയുന്നത്. Client satisfaction is a decisive index for ascertaining the quality services and the way in which they are given medical staff. നെക്സ്റ്റ് പറയുന്നത് അവിടെ എന്താണ്? ഗുണമേന്മയുള്ള സേവനങ്ങളിൽ, ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന ഗുണമേന്മയുള്ള സേവനങ്ങളും അത് അവ നൽകുന്നതാരാ? അവ മെഡിക്കൽ സ്റ്റാഫ് നൽകുന്ന രീതിയും കണ്ടെത്തുന്നതിനുള്ള ഒരു സൂചകമാണ് അല്ലെ, ഒരു ഘടകമാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ. ഹോസ്പിറ്റലുകളിൽ നിന്ന് ലഭിക്കുന്ന ഗുണമേന്മയുള്ള സേവനങ്ങൾ അല്ലെ, ക്വാളിറ്റി സർവീസുകൾ, ഗുണമേന്മയുള്ള സേവനങ്ങളും അത് മെഡിക്കൽ സ്റ്റാഫ് നൽകുന്ന രീതിയും കണക്കാക്കാനുള്ള ഒരു ഘടകം, ഒരു മെഷർമെന്റ് ആണ് ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ. ആണോ? നമ്മൊന്ന് ആലോചിച്ച് നോക്കിയേ, പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ എന്താണ്? അവിടെ നിന്ന് കിട്ടുന്ന ട്രീറ്റ്മെന്റ് ബെറ്റർ അല്ല അല്ലെ. ബില്ലിംഗ് പ്രൊസീജിയർ ചിലപ്പോ എന്താണ്? ബില്ലിംഗ് പ്രൊസീജിയർ ഓക്കെ അല്ല, അവിടുത്തെ സറൗണ്ടിങ്സ് ക്ലീൻ അല്ല അല്ലെ, എക്യുപ്മെന്റ് കറക്റ്റ് രീതിയിലുള്ള പ്രവർത്തനങ്ങളല്ല അല്ലെ. ആണ്. അപ്പൊ എന്താണ് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്താണ്? അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നിന്ന് കിട്ടുന്ന, ഹോസ്പിറ്റലുകളിൽ നിന്ന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്ന് കിട്ടുന്ന ഗുണമേന്മയുള്ള സേവനങ്ങളും അവ നൽകുന്ന മെഡിക്കൽ സ്റ്റാഫുകൾ നൽകുന്ന രീതിയും കണക്കാക്കുന്നതിനുള്ള ഒരു അളവിൽ ഒരു ഡിസിസീവ് ഇൻഡെക്സ് ആണ് ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ. Satisfaction with the physician, nurse, equipment, housekeeping, billing and food services are the main determinant of overall satisfaction in hospitalized patients. ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള പേഷ്യൻസിന്റെ സംതൃപ്തി, അവരുടെ മൊത്തത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഡോക്ടർ അല്ലെ, ഫിസിഷ്യൻസ്, നഴ്സ്, എക്യുപ്മെന്റ്, ഹൗസ് കീപ്പിംഗ് അല്ലെ, ക്ലീനിങ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് ഹൗസ് കീപ്പിംഗ്, ബില്ലിംഗ് ആൻഡ് ഫുഡ് സർവീസ്, ഡയറ്ററി, അതൊക്കെയല്ലേ. ഇപ്പൊ ഒരു പേഷ്യൻസിന് ഹോസ്പിറ്റലിൽ നമ്മൾ തന്നെ പറയാറുണ്ട്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ പറയാറില്ലേ, ഇപ്പൊ ഫുഡ് സർവീസ് അവിടുത്തെ ഒരു നല്ല ക്യാൻറ്റീനിലില്ല, ഫുഡ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ.
നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളല്ലേ ഇതെല്ലാം. ഫുഡ് ഭയങ്കര മോശമാണ്. അപ്പൊ എന്താണ്, അപ്പൊ ഇതൊക്കെ ഒരു പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ, ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കിയാൽ ആ ഒരു സംതൃപ്തി വർദ്ധിപ്പിക്കും, സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഫിസിഷ്യൻസ് അല്ലെ, ഡോക്ടർ അല്ലെ, ഒരു മെയിൻ കമ്പോണൻസ് ആണ് അല്ലെ, ഡോക്ടർ, നഴ്സ്. നമ്മൾ ചിലയിടത്ത് എന്നിട്ട് പറയണ്ട് ആ ഹോസ്പിറ്റലിലെ നേഴ്സ് ഏത് വരെ നോക്കിയാലും ദേഷ്യപ്പെടുള്ളൂ, ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല അല്ലെ. അതിക്ക് മുമ്പ് ബിഹേവിയർ, നഴ്സുമാരുടെ ബിഹേവിയർ അല്ലെ. നേഴ്സ്, എക്യുപ്മെന്റ്സുകൾ കറക്റ്റ് രീതിയിലുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കാത്ത എക്യുപ്മെന്റ്സുകളാണെങ്കിൽ നമ്മളവിടെ സാറ്റിസ്ഫൈ ആയിരിക്കില്ല അല്ലെ. അപ്പൊ എക്യുപ്മെന്റ്സുകൾ ക്ലീൻ ഇല്ലെങ്കിലോ, ഹോസ്പിറ്റലിൽ ക്ലീൻ അല്ലെങ്കിലോ ഒരുപാട് അസുഖങ്ങൾ വരും. നമ്മ പോയത് കൂടാണ്ട് ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വരും അല്ലെ. അപ്പൊ ഹൗസ് കീപ്പിംഗ്, ബില്ലിംഗ് ആൻഡ് ഫുഡ് സർവീസസ്. ക്ലിയർ ആയോ ഇത്? നെക്സ്റ്റ്, the patient satisfaction is a predominant importance in ensuring better quality on the way of quality management. എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റ്? മൊത്തത്തിലുള്ള ക്വാളിറ്റി മാനേജ്മെന്റ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഇമ്പോർട്ടന്റ്, പ്രോഡോമിനന്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് കാര്യമാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ. ബെറ്റർ ക്വാളിറ്റി ദ വേ അല്ലെ, അവർക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും ഗുണനിലവാരം ഉണ്ടെങ്കിൽ മാത്രമല്ലേ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുള്ളൂ. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. അപ്പൊ എന്താണ് നമ്മുടെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് എന്താണ്? പേഷ്യൻസിന് അവിടെ നിന്ന് ലഭിക്കുന്ന എല്ലാ സർവീസും ക്വാളിറ്റി ഉള്ളതാവുക എന്നതാണ്. സിൻസ് ദ പേഷ്യൻസ് ഈസ് ദ വൺ ഹു ഡിസൈഡ് ദ ക്വാളിറ്റി. ഇവിടെ ആരാണ്? ഹോസ്പിറ്റലിൽ ആരാണ് ക്വാളിറ്റി തീരുമാനിക്കുന്നത്? സിൻസ് ദ പേഷ്യൻസ് അല്ലെ. കസ്റ്റമർ ഈസ് ദ വൺ ഹു ഡിസൈഡ് ദ ക്വാളിറ്റി. കസ്റ്റമർ ആണ് അവിടുത്തെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത് അല്ലെ. എന്താണ്? ഹു റിസീവ് ദ ഗുഡ്സ് ആൻഡ് സർവീസ്. ആരാണ് അവിടെ സർവീസ് റിസീവ് ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസ് ആണ് അല്ലെ. ഹു പെർസ്യൂഡ് ദ അതർ അതർ ടു അക്സെപ്റ്റ് ഇറ്റ്. ആരാണ് അവിടുന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത്? ഫെസിലിറ്റീസ്, എക്യുപ്മെന്റുകളുടെ സേവനങ്ങള്, മെഡിസിനുകള്, അതെല്ലാം ലഭിക്കുന്നത് ആർക്കാണ്? പേഷ്യൻസിന് അല്ലെ. അപ്പൊ ഹു ഡിസൈഡ് യുവർ മാർക്കറ്റ് സ്ട്രാറ്റജി. എന്താണ് ഹോസ്പിറ്റലിലെ മാർക്കറ്റ് സ്ട്രാറ്റജി, മാർക്കറ്റ് തന്ത്രങ്ങള് ഡിസൈഡ് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത് പേഷ്യൻസ് ആണ്. ഹു പ്രൊവൈഡ് കറക്റ്റ് ഫീഡ്ബാക്ക് ഓഫ് ദ about the hospital performance of the hospital. ഹോസ്പിറ്റലിലെ പെർഫോമൻസിനെ കുറിച്ച് ഫീഡ്ബാക്കുകൾ തരുന്നത് ആരാ? പേഷ്യൻസ് ആണ് അല്ലെ. ആൻഡ് മേക്ക് സക്സസ് ദ പ്രോഗ്രാം ഓഫ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. അതുകൊണ്ട് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് സക്സസ് ചെയ്യുന്നത് എന്തിലൂടെ ആയിരിക്കും? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിലൂടെ അല്ലെ. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം സക്സസ് ചെയ്യുന്നത് എന്തിലൂടെ മാത്രമായിരിക്കും? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിലൂടെ അല്ലേ. പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നല്ലതാണെന്ന് പറയുള്ളൂ അല്ലേ. ക്ലിയർ ആയോണ്ട്? നെക്സ്റ്റ്, patient satisfaction are a sign of how the patients are recognized in the other qualitative aspects of care and can be used as a substitute measure of those aspects. എന്താണ്? പരിചരണത്തിന്റെ അവർക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന കെയർസിന്റെ മറ്റു ഗുണപരമായ വശങ്ങൾ രോഗി എങ്ങനെ തിരിച്ചറിയുന്നു എന്നതിന്റെ ഒരു അടയാളം, ഒരു സൈൻ ആണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മ എന്തിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നമ്മ പറയാ അവിടെ ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റി ഇല്ല, നല്ല സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്? പറയേ. നിങ്ങൾ എന്നെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാല് നമ്മൾ എന്തൊക്കെ നോക്കിയിട്ടായിരിക്കും പറയാ? ബെറ്റർ, അവിടെ നിന്നുള്ള ഫെസിലിറ്റീസ് ഗുഡ് ആണ്, ബാഡ്. ആ കെയർ മാത്രം നോക്കുള്ളൂ?
ഓരോരുത്തരായിട്ട് പറഞ്ഞോ. ഫെസിലിറ്റീസ് ഓരോരുത്തരായിട്ട് പറഞ്ഞോ. ഉച്ചയാണ്, സെക്കൻഡ് പീരീഡ് ആണ്, ഉറക്കൊക്കെ വരുന്നുണ്ടാവും, പറഞ്ഞോളൂ. ആ ക്ലീനിങ് നോക്കും അല്ലെ, ആ ബില്ലിങ് നോക്കും. പിന്നെ ഡോക്ടേഴ്സിന്റെ സേവനങ്ങൾ അല്ലെ, ആ ഡയട്രി, ആ ടെസ്റ്റ് ലാബുകളുടെ ഇതൊക്കെ നോക്കൂലേ, ആ സർവീസ്, ബിഹേവിയർ അല്ലെ, സ്റ്റാഫുകളുടെ ബിഹേവിയർ അല്ലെ, എല്ലാം നോക്കിയിട്ടല്ലേ. അപ്പൊ പരിചരണത്തിന്റെ ഹോസ്പിറ്റലിൽ നിന്ന് നഴ്സുമാരാ, നേഴ്സ്, ഓക്കെ, ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന പരിചരണത്തിന്റെ മറ്റു ഗുണപരമായ എല്ലാ വശങ്ങളും കൂടി നോക്കിയിട്ടായിരിക്കും, തിരിച്ചറിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് കണക്കാക്കുന്നത്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കണക്കാക്കുന്നത്. ക്ലിയർ ആയത്? Next, patient satisfaction is a requirement for attaining the goals of healthcare since it influences the patient's decision to follow prescribed treatments and seek professional healthcare in future. എന്താണ് patient satisfaction requirements for attaining the goals of healthcare അല്ലെ, ഹെൽത്ത് കെയറിന്റെ ഗോൾ, ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ എന്ത് ആവശ്യമാണ്? patient satisfaction ആവശ്യമല്ലേ? പേഷ്യൻസ് എന്താണ്, ഒരു ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കിന്റെ അല്ലെങ്കിൽ ഡയാലിസിസ് സെന്റർ അല്ലെ, അങ്ങനെയുള്ള ഏതൊരു ഹെൽത്ത് കെയറിന്റെയും ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ എന്താണ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആവശ്യമാണ് അല്ലെ, റിക്വയർമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? പേഷ്യന്റ് ഡിസിഷൻ ടു ഫോളോ പ്രിസ്ക്രൈബഡ് ട്രീറ്റ്മെന്റ് അല്ലെ, അവർക്ക് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ട്രീറ്റ്മെന്റ് അവർ ഫോളോ ചെയ്യും അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടാ ഒരു ഡോക്ടറെ കാണാൻ പോയിട്ട് ഡോക്ടർ നമ്മള് ജസ്റ്റ് ചെക്കപ്പ് ചെയ്യുന്നില്ല, ഒന്നും ചോദിക്കാനില്ല, ജസ്റ്റ് ഇങ്ങനെ ചെല്ലുമ്പോ തന്നെ എന്തായിട്ടാ വന്നേന്ന് വെച്ച്, അപ്പൊ നമ്മ എന്തൊക്കെയോ പറഞ്ഞു, അപ്പൊ ഡോക്ടർ അപ്പൊ തന്നെ മെഡിസിൻ എഴുതി തരാണ്, നമ്മള് സ്റ്റെപ്പ് വെച്ച് നോക്കാനോ വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും? നമ്മ കൊണ്ടുവന്ന് ഡോക്ടർ എഴുതി തന്ന പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവന്ന് മരുന്ന് മേടിക്കോ? മരുന്ന് പോലും മേടിക്കില്ല അല്ലെ. നമ്മ എന്ത് ചെയ്യും? വേറൊരു ഹോസ്പിറ്റലില് വേറെ നല്ല ഡോക്ടർ വേറൊരു ഹോസ്പിറ്റലിൽ പോയി നല്ലൊരു ഡോക്ടറെ കണ്ട് നമുക്ക് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കല്ലേ ചെയ്യാം. ഹെൽത്ത് ആണല്ലേ ഏറ്റവും വലിയ കാര്യം, ആരോഗ്യല്ലേ ഏറ്റവും വലുത്. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കണം. അപ്പൊ നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യും? വേറെ ഡോക്ടറെ പോയി, ഒരു നല്ല ഡോക്ടറിനെ പോയി കണ്ട് നമുക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റ് എടുക്കും അല്ലെ. അപ്പൊ നോക്കിയേ, പേഷ്യൻസ് ഇങ്ങനെയുള്ള സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ അവർ എന്ത് ചെയ്യും? പേഷ്യന്റ് അവിടുത്തെ ഫെസിലിറ്റീസില് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർ എന്ത് ചെയ്യും? ആ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻസ് ഫോളോ ചെയ്യല്ലേ. and seek professional health care in future. നമ്മൾ എന്ത് ചെയ്യും? ഭാവിയിൽ ആ ഡോക്ടറുടെ അടുത്ത് തന്നെ ആ ഹോസ്പിറ്റലിൽ തന്നെ വീണ്ടും ട്രീറ്റ്മെന്റിന് വേണ്ടി പോകും അല്ലെ. ആണോ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ അല്ലേ. ഓക്കെ, എന്താണ് പേഷ്യൻസ് ഡിസിഷൻ ടു ഫോളോ പ്രിസ്ക്രൈബ്ഡ് ട്രീറ്റ്മെന്റ്? എന്താണ്, ആ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർ അവിടുത്തെ ഡോക്ടർ പറയുന്ന പ്രിസ്ക്രിപ്ഷൻ ചെയ്ത് കൊടുക്കുന്ന അല്ലെ, ഡോക്ടറുടെ അഡ്വൈസുകൾ ഉണ്ടാവും, നിർദ്ദേശങ്ങൾ ഉണ്ടാവും, ടെസ്റ്റിന് എഴുതി കൊടുത്തത് ഉണ്ടാവും, ഇത്ര ദിവസം കഴിഞ്ഞ് വീണ്ടും കാണാൻ വരുന്നത് ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പേഷ്യൻസ് ഫോളോ ചെയ്യുകയും ഭാവിയിൽ വീണ്ടും നമ്മൾ ആ ഡോക്ടറെ തന്നെ കാണാനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ പോകുന്നു. Patients can evaluate the quality of care they get as they pay attention to all components of care, the science of medicine, the art of care, and the amenities of the care. അല്ലെ, എന്തൊക്കെയാണ് പേഷ്യൻസ് ഒരു ഹോസ്പിറ്റലിലെ ക്വാളിറ്റി കെയറിനെ ക്വാളിറ്റി ഉള്ളതാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നത്? മെഡിസിൻ, സയൻസ് ഓഫ് മെഡിസിൻ അല്ലെ, അവിടുത്തെ ട്രീറ്റ്മെന്റുകള്, ചികിത്സകൾ അല്ലെ, അവിടെ നിന്ന് നമുക്ക് തരുന്ന മെഡിസിനുകള്. ദ ആർട്ട് ഓഫ് കെയർ, കെയർ എങ്ങനെയുള്ളതാണ് അല്ലെ.
എഫക്റ്റീവ് ഓഫ് മെഡിസിൻ. ഓക്കെ, അവിടുത്തെ കെയർ എങ്ങനെയുള്ളതാണ് അല്ലെ, നല്ല രീതിയിലുള്ള പരിചരണമാണോ ലഭിക്കുന്നത്. ആൻഡ് അമാനിറ്റീസ് ഓഫ് കെയർ അല്ലെ, സൗകര്യങ്ങൾ അല്ലെ, സൗകര്യങ്ങൾ എങ്ങനെയുള്ളതാണ്, അവിടുത്തെ പരിചരണത്തിന് നൽകുന്ന സൗകര്യങ്ങൾ എങ്ങനെയുള്ളതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പേഷ്യൻസ് എന്ത് ചെയ്യുന്നത്, അവിടെ ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് വിലയിരുത്തുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, hospital satisfaction questionnaire asked respondent general questions in connection with the reception or administration, hospital cleanliness, signage, hospital food, etc. നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നത് ചില ക്വസ്റ്റ്യനെയറിലൂടെയാണെന്നല്ലേ. അത് എന്തൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, റിസപ്ഷനും അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഹോസ്പിറ്റൽ ക്ലീൻലിനെസ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഹോസ്പിറ്റലിൽ ക്ലീൻ ഉണ്ടോ, വൃത്തിയുള്ളതാണോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങള്, സൈനേജുകള്, അടയാളങ്ങളൊക്കെ അല്ലെ, സൈനേജുകളൊക്കെ. പിന്നെ ഹോസ്പിറ്റൽ ഫുഡുമായി ഡയറ്ററിയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചുകൊണ്ടാണ് ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുന്നത്. Patient satisfaction survey is important from the view of improvement of quality of services and to achieve the maximum satisfaction of the inpatients. The hospital survey, satisfaction survey, എന്താണ് ഇമ്പോർട്ടന്റ് ആണ്, എന്തിനു വേണ്ടിയിട്ട്, നമുക്ക് സർവീസ്, ക്വാളിറ്റി ഓഫ് സർവീസ് ഇംപ്രൂവ് ചെയ്യിക്കാൻ പറ്റും അല്ലെ. അവിടെ നിന്ന് കൊടുക്കുന്ന സേവനങ്ങളുടെ ക്വാളിറ്റി, ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കില്ലേ? ഈ സർവേ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, റിസപ്ഷനിലെ പ്രവർത്തനം പോരാ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ക്ലീൻ അല്ലെ, ശുചിത്വം പോരാ അല്ലെ, അല്ലെങ്കിൽ അവിടുത്തെ ഫുഡ് പോരാ എന്നുള്ള കാര്യങ്ങൾ, ആ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ പറ്റും, അവിടുത്തെ പ്രവർത്തനങ്ങള് കറക്റ്റ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഇംപ്രൂവ് ചെയ്യാം അല്ലെ, സാധിക്കുന്നു. To achieve the maximum satisfaction of inpatients, എന്താണ് ഇങ്ങനെയുള്ള ഇംപ്രൂവ്മെന്റുകൾ വരുത്തിങ്ങാണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഇൻപേഷ്യൻസിന്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാനായും സാധിക്കുന്നു. ക്ലിയർ ആയോ? ഇത്രയും ഭാഗം ക്ലിയർ ആണോ? പ്രിയ, മിസ് എടുക്കുന്ന ചാപ്റ്റർ ആദ്യം പറഞ്ഞില്ലേ, മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവിങ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞോ. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് എടുക്കുന്നത് ഇല്ലേ? അതിങ്ങനെ മിസ് പറഞ്ഞോണ്ടിരിക്കുക. ആ ഇൻട്രൊഡക്ഷൻ ആണ് മിസ് പറഞ്ഞത്. അതിലിപ്പോ 5th പോയിന്റ്, ലാസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ ലാസ്റ്റ് പോയിന്റ് മിസ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് മിസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പ്രിയ മിസ്സിന്റെ ക്ലാസ് ആദ്യം മുതൽ ഉണ്ടായില്ലേ? ടൈറ്റിൽ വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ മിസ് എടുക്കുന്ന ചാപ്റ്റർ ആണ് മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവിങ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. തുടങ്ങിയിട്ടുള്ളൂ ചാപ്റ്റർ മിസ്. അതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് മിസ് പറയുന്നത്. ഇനി മിസ് പറയാൻ പോകുന്നതിന്റെ ടൈറ്റില് ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്താണ്, രോഗിയുടെ സംതൃപ്തിയുടെ സാറ്റിസ്ഫാക്ഷന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്. ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ബേസിക്കലി പേഷ്യന്റ് സെൻട്രിക് അല്ലെ. ഹോസ്പിറ്റലിൽ എങ്ങനെയാണ്, പേഷ്യന്റ് സെൻട്രിക് അല്ലേ, രോഗി കേന്ദ്രീകൃതമല്ലേ, രോഗിക്കല്ലേ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് അവിടെ ആണോ? അപ്പൊ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയുള്ളതാണ്, ഫോക്കസ് ചെയ്യുന്നത് രോഗിയെയാണ് അല്ലെ. അപ്പൊ പേഷ്യന്റ് സെൻട്രിക് ആണ്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ is the strongest determinant of the hospital functions. ഹോസ്പിറ്റലിലെ പ്രവർത്തനത്തിന്റെ ഏറ്റവും ശക്തമായ ഘടകം അല്ലെ, നിർണായക ഘടകം എന്ന് പറയുന്നത് എന്താണ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലേ. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ ഒരു പേഷ്യൻസും പോകുന്നില്ല, അവിടുത്തെ ആദ്യം അവിടെ നിന്ന് കൊടുത്ത കെയർസ് നല്ലതല്ല, അപ്പൊ അവിടെ ഒരു പേഷ്യൻസും പോകുന്നില്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ അവിടെ നിലനിർത്തുന്നുണ്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ?
ഇല്ല. അപ്പൊ എന്താണ് ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുടെ നിർണായക ഘടകം എന്ന് പറയുന്നത് എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ക്ലിയർ ആയോ അത്? Ultimate goal of the hospital is the contentment of its customer. ഒരു ഹോസ്പിറ്റലിന്റെ അൾട്ടിമേറ്റ് ഗോൾ, ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലേ? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലേ ഒരു ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? Ultimate goal of the hospital is the contentment of its customer. ഒരു ഹോസ്പിറ്റലിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് കസ്റ്റമറിന്റെ, അതായത് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്. കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ തൃപ്തി, സാറ്റിസ്ഫാക്ഷൻ കേട്ടോ, സാറ്റിസ്ഫാക്ഷൻ ആണ്. നോട്ട് ഓൺലി ടു സാറ്റിസ്ഫൈ ആൻഡ് കെയർ ഫോർ പേഷ്യൻസ് ആൻഡ് ഫാമിലി. നമ്മ പേഷ്യൻസിനും അവരുടെ ഫാമിലിക്കും മാത്രമാണോ തൃപ്തരാക്കുന്നതും കെയർ കൊടുക്കുകയും ചെയ്യുന്നത് ഹോസ്പിറ്റലില്? അത് മാത്രം നോക്കിയാൽ മതിയോ? But also positive outcomes for the staff അല്ലെ? സ്റ്റാഫുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് ഔട്ട്കംസ് അല്ലെ? അവർക്ക് നല്ലൊരു എന്താണ് ഫംഗ്ഷന് വേണ്ട നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കണം അല്ലെ? എന്തേ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ. കൂടാതെ എന്താണ് ദ കമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെ? കമ്മ്യൂണിറ്റിക്കും ഹെൽത്ത് ഓർഗനൈസേഷനും എന്താണ് ഈ ഹോസ്പിറ്റല് കൊണ്ട് ഗുണമുണ്ടാവണം അല്ലെ? സാറ്റിസ്ഫൈഡ് ആക്കണ്ടേ? നാലാമത്തെ പോയിന്റ് ആണ് ഇപ്പൊ മിസ് പറഞ്ഞത്. നോട്ട് ഓൺലി ടു സാറ്റിസ്ഫൈ ആൻഡ് കെയർ പേഷ്യൻസ് ആൻഡ് ഫാമിലി. നമ്മ എന്താണ് പേഷ്യൻസിനും അവരുടെ ഫാമിലിക്കും മാത്രമല്ല തൃപ്തിയും കെയറും പരിചരണവും നൽകുന്നത്. നമ്മ എന്താണ് അവിടെ വർക്ക് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും കമ്മ്യൂണിറ്റിക്കും ഹെൽത്ത് ഓർഗനൈസേഷനും എന്താണ് നല്ല ഫലങ്ങൾ, നല്ല രീതിയിലുള്ള ഫലങ്ങൾ നൽകുന്നു. ഫിഫ്ത് പോയിന്റ്, patient satisfaction relies on workers' motivation, dedication and duty towards the patients. Patient satisfaction എന്തിനൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? വർക്കേഴ്സിന്റെ മോട്ടിവേഷൻ അല്ലേ? രോഗിയോട് അവർ പെരുമാറുന്ന രീതിയിലേ ആണോ? ചിലരെന്താണ് അസുഖങ്ങൾ വന്ന കുറച്ച് ഡെസ്പായി പോകൂലേ, ഡിപ്രഷൻ ആയി പോകൂലേ? അപ്പൊ അവരെന്ത് ചെയ്യണം? ഈ ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകൾ അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്യണം അല്ലെ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ക്യാൻസർ പേഷ്യൻസിനൊക്കെ അവർക്ക് ഒരുപാട് ടെൻഷൻ ആയിരിക്കും, എൻകറേജ് ചെയ്യും, ഒരുപാട് ടെൻഷനൊക്കെ ആയിരിക്കും അല്ലെ? അവര് രക്ഷപ്പെടുമോ, റിക്കവറി ചെയ്യോ അല്ലേ? അപ്പൊ എന്താണ് വർക്കേഴ്സ് ഡിപ്രഷൻ ആയിരിക്കാം, വർക്കേഴ്സ് മോട്ടിവേറ്റ് ചെയ്യുക അല്ലെ? പിന്നെ എന്താണ് ഡെഡിക്കേഷൻ, അർപ്പണബോധം ഉണ്ടാവണം അല്ലെ? അവർക്ക് ജോലിനെ കുറിച്ച് ഒരു ഡെഡിക്കേഷൻ ഉണ്ടാവണം. ആൻഡ് ഡ്യൂട്ടി ടുവേർഡ്സ് ദ പേഷ്യൻസ്, പേഷ്യൻസിനോടുള്ള കടമ അവർ നല്ല രീതിയിൽ നിർവഹിക്കുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ചൊക്കെയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ക്ലിയർ ആയോ ഒബ്ജക്റ്റീവ്സ് മിസ് എടുത്തത്? ഇന്ന് മിസ് എടുത്ത ഭാഗം എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ മിസ് ഇനി ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.